വെൽക്കം ബാക്ക് ടു എക്സ് ഓഫ് വേ. ഇന്ന് നമുക്ക് ഇടുക്കി ഡാമിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി വന്നാലോ? പ്രകൃതി ഭംഗിയും മനുഷ്യനിർമ്മിതമായ വിസ്മയവും ഒത്തുചേരുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ഇടുക്കിയാണ്. കേരളത്തിലെ പെരിയാർ നദിക്ക് കുറുകെ കുറവൻ മലയെയും കുറത്തി മലയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അണക്കെട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡബിൾ കർവേച്ചർ ആർച്ച് ഡാമുകളിൽ ഒന്നാണ്. 1922-ൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. ജോൺ എന്ന എഞ്ചിനീയർ ഈ പ്രദേശം സന്ദർശിച്ചതോടെയാണ് ഇത്തരമൊരു ബൃഹത്തായ പദ്ധതിയുടെ വിത്തുപാകുന്നത്. ഗോത്രത്തലവനായ കൊലുമ്പന്റെ സഹായത്തോടെ മലനിരകൾക്കിടയിലെ ഈ വിടവ് കണ്ടെത്തിയ അദ്ദേഹം ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ അത് വലിയൊരു ജലവൈദ്യുത പദ്ധതിക്ക് വഴിതുറക്കുമെന്ന് തിരിച്ചറിഞ്ഞു. സാധാരണ ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടുക്കി ഡാമിന് വെള്ളത്തിന്റെ സമ്മർദ്ദം താങ്ങാൻ ഭീമാകാരമായ ഭിത്തികളുടെ ആവശ്യമില്ല. പകരം ഇതിന്റെ വില്ലുപോലെയുള്ള ആർച്ച് ആകൃതി ജലത്തിന്റെ മർദ്ദത്തെ ഇരുവശത്തുമുള്ള കരിമ്പാറ മലകളിലേക്ക് പകുത്തു നൽകുന്നു. കാനഡ സർക്കാരിന്റെ സാങ്കേതിക സഹായത്തോടെ കൊളംബോ പ്ലാൻ പ്രകാരം നിർമ്മിച്ച ഈ അണക്കെട്ട് 168.91 മീറ്റർ ഉയരമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിൽ ഒന്നാണിത്. ഇടുക്കി പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇത് 3 അണക്കെട്ടുകൾ ചേർന്നതാണ് എന്നതാണ്. ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം എന്നിവ ചേർന്ന് ഒരു കൂറ്റൻ കൃത്രിമ തടാകം തന്നെ ഇവിടെ സൃഷ്ടിക്കുന്നു. ഇതിൽ ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല എന്നത് ശ്രദ്ധേയമാണ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നാൽ വെള്ളം തുറന്നുവിടുന്നത് തൊട്ടടുത്തുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ വഴിയാണ്. ഇടുക്കി ഡാമിൽ കെട്ടിനിർത്തുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി എത്തിക്കുന്നത് മൂലമറ്റത്തുള്ള ഭൂഗർഭ പവർ ഹൌസിലേക്കാണ്. പാറ തുരന്ന് നിർമ്മിച്ച ഈ പവർ ഹൌസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയങ്ങളിൽ ഒന്നാണ്. 780 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ കേന്ദ്രം കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ വലിയൊരു ശതമാനവും നിറവേറ്റുന്നു. പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ മലയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ വിസ്മയിപ്പിക്കുന്നതാണ്. സഞ്ചാരികൾക്ക് ഇടുക്കി ഒരു സ്വർഗമാണ്. മൂടൽമഞ്ഞ് പുതച്ച മലനിരകൾക്കിടയിലൂടെ റിസർവോയറിലെ നീലജലത്തിന് മുകളിലൂടെയുള്ള യാത്ര വർണ്ണനാതീതമാണ്. പൊതുജനങ്ങൾക്ക് സാധാരണയായി ഓണം, ക്രിസ്മസ് കാലയളവുകളിൽ മാത്രമാണ് ഡാമിന് മുകളിലൂടെ നടക്കാൻ അനുവാദം ലഭിക്കാറുള്ളത്. ഹൈഡൽ ടൂറിസം വകുപ്പ് ഒരുക്കുന്ന ബോട്ടിംഗ് സൗകര്യം വന്യജീവികളെയും പ്രകൃതിയെയും അടുത്തറിയാൻ സഹായിക്കുന്നു. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലായതുകൊണ്ട് തന്നെ പലപ്പോഴും ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനിറങ്ങുന്ന കാഴ്ചയും ഇവിടെ അപൂർവമല്ല. ഭാരതത്തിന്റെ അഭിമാന സ്തംഭമായി, കേരളത്തിന്റെ വെളിച്ചമായി നിൽക്കുന്ന ഇടുക്കി ഡാം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിലുപരി മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പൊരുത്തത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ വൻമതിലിന് മുകളിൽ നിൽക്കുമ്പോൾ താഴെ കാണുന്ന ആഴവും ചുറ്റുമുള്ള പച്ചപ്പും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ മായാതെ നിൽക്കും.